അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ വക്താക്കളായി സ്വയം ചമയുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞുമുറുക്കുന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ചർച്ചയല്ല, മറിച്ച് സ്വന്തം പരമാധികാരത്തെ പണയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. പ്രതിദിനം $435 മില്യൺ നഷ്ടം വരുത്തിവെക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങൾ ഒരു ജനതയെ ആകെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാനാണ് ലക്ഷ്യമിടുന്നത്. ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പടിഞ്ഞാറൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കുന്ന ഇറാന്റെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം തടയുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത് കേവലം ഒരു വ്യാപാര തർക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തെയാകെ ശ്വാസം മുട്ടിക്കാൻ